ഹലോ എവരിവൺ, ഷലോം. ഞാൻ ഫാദർ ബെൻസൺ. ഞാനിപ്പോൾ മിനിസ്ട്രി സേവനമനുഷ്ഠിക്കുന്നത് വിശുദ്ധ നാട്ടിലാണ്, ഹോളി ലാൻഡിലാണ്. ഇവിടെ ഇസ്രായേലിൽ ഒരു പ്രയർ ഗ്രൂപ്പുണ്ട്. ആ പ്രയർ ഗ്രൂപ്പിൻ്റെ പേര് ഹോളി ഫാമിലി പ്രയർ ഗ്രൂപ്പ് എന്നാണ്. ഹോളി ഫാമിലി പ്രയർ ഗ്രൂപ്പ് ഫെബ്രുവരി 1 അവരുടെ 4ാമത്തെ വാർഷികം ആഘോഷിക്കുകയാണ്. ഈ പ്രയർ ഗ്രൂപ്പിൽ ഞാനും ഒരു അംഗം തന്നെയാണ്. ഈ പ്രയർ ഗ്രൂപ്പിനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് പ്രേ വിതൗട്ട് സീസിങ്, നിരന്തരം പ്രാർത്ഥിക്കുക, അങ്ങനെയുള്ള ഒരു പ്രാർത്ഥന കൂട്ടായ്മയാണ് ഇത്. വെളുപ്പിന് തുടങ്ങുന്ന പ്രാർത്ഥന രാത്രി വരെ നീണ്ടു നിൽക്കുന്നു. അതിൽ കരുണക്കൊന്തയും ജപമാലയും കുരിശിൻ്റെ വഴിയും ബൈബിൾ വചനം വായിക്കുകയും അത് ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ ഓൺലൈൻ കുർബാനകളും നാം ചെയ്യാറുണ്ട്. അപ്പോൾ ഈ പ്രയർ ഗ്രൂപ്പ് വഴി ഒത്തിരി ആളുകൾക്ക് അല്ലെങ്കിൽ അംഗങ്ങൾക്ക് ദൈവത്തെക്കുറിച്ച് അറിയുവാനും വചനം പഠിക്കുവാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ 4ാമത്തെ വാർഷികം ആഘോഷിക്കുമ്പോൾ ഈ ഗ്രൂപ്പിലെ എല്ലാവർക്കും എല്ലാവിധത്തിലുള്ള ആശംസകളും മംഗളങ്ങളും പ്രാർത്ഥനകളും നേർന്നുകൊള്ളുന്നു. എന്നും ഞങ്ങളുടെ സഹായം ഈ ഗ്രൂപ്പിന് അംഗങ്ങൾക്കൊപ്പം ഉണ്ടായിരിക്കും. ഗാഡ് ബ്ലസ് യു. അപ്പോൾ എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, അതിയായ സന്തോഷത്തോടും ഒപ്പം പ്രാർത്ഥന മനസ്സോടും ഈ വാക്കുകൾ നിങ്ങൾക്കർപ്പിക്കുകയാണ്. ഹോളി ഫാമിലി കൂട്ടായ്മ അതിൻ്റെ 4ാമത്തെ വാർഷികം ആഘോഷിക്കുകയാണ്. ഒരു സമൂഹം ഒരേ ഹൃദയത്തോടും മനസ്സോടും ദൈവസന്നിധിയിൽ നിരന്തരം സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും പങ്കുചേരുകയും പങ്കുവെക്കുകയും ചെയ്യുന്ന അത്ഭുതകരമായ സാന്നിധ്യമാണ്. ജോലി മേഖലകൾക്കിടയിലും സമയം കണ്ടെത്തി പ്രാർത്ഥനാരൂപികളിൽ പ്രാർത്ഥനാ മനസ്സോടെ ഒന്നിക്കുന്ന സഹോദരങ്ങളെ എത്ര നന്ദിയോടെ ഓർത്താലും മതിയാവുകയില്ല. ദൈവം നിങ്ങളിലൂടെ നന്മകളും അത്ഭുതങ്ങളും വീണ്ടും വീണ്ടും പ്രവർത്തിക്കുന്നുണ്ട്. ദൈവം നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തെ, നിങ്ങളുടെ സൗഹൃദങ്ങളെ, നിങ്ങളുടെ കൂട്ടായ്മയെ, അതിൻ്റെ എല്ലാ നന്മകളും ദൈവം വളർത്തുകയും ചെയ്യുന്നുണ്ട്. ഇതിനെ പരിപോഷിപ്പിക്കുന്നവരും പങ്കാളികളാകുന്നവരും കൂടെ നിന്ന് ഇതിനെ വളർത്തിയെടുക്കുന്നവരും താങ്ങുന്നവരും എല്ലാ തരത്തിലെ ശുശ്രൂഷകളിൽ പങ്കുചേരുന്നവരും അനുഗ്രഹിക്കുവാനും ആശീർവദിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒന്നിക്കുന്ന എല്ലാ മക്കൾക്കും പ്രത്യേകമായി നന്ദിയും അതോടൊപ്പം എല്ലാ ഭാവുകങ്ങളും നേരുകയാണ്. ഈ കൂട്ടായ്മ വീണ്ടും വീണ്ടും അതിൻ്റെ എല്ലാ വിധത്തിലുള്ള കൃപകളിലും നിറയട്ടെ എന്നും ഹോളി ഫാമിലി കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുന്നവരും ഈ കൂട്ടായ്മയിലുള്ള ഓരോ കുടുംബങ്ങളും മക്കളും എന്നും എപ്പോഴും കൃപകളിലും അനുഗ്രഹത്തിലും നിറയട്ടെ എന്ന് നല്ല മനസ്സോടെ പ്രാർത്ഥിക്കുന്നു. ഈ വാർഷികത്തിൻ്റെ എല്ലാ നന്മകളും പ്രാർത്ഥനകളും നിറഞ്ഞ ഹൃദയത്തോടെ അർപ്പിക്കുന്നു. ഈശോയിൽ ഒത്തിരി സ്നേഹം നിറഞ്ഞ ഹോളി ഫാമിലി പ്രയർ ഗ്രൂപ്പ് അംഗങ്ങളെ, എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ കരുതുകയാണ്. നാടും വീടും കൂടപ്പിറപ്പുകളും എല്ലാം ഉപേക്ഷിച്ച് ദൂരദേശത്തേക്ക് മോശയോട് ദൈവം കൽപ്പിച്ചതുപോലെ പ്രവാസ ജീവിതത്തിലായിരിക്കുന്ന നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടണമേ എന്ന് മനസ്സിൽ പ്രാർത്ഥിക്കുകയാണ്. പ്രവാസികളുടെ ജീവിതം മനോഹരമായിട്ട് തീരുന്നത് ദൈവത്തെ ചേർത്ത് നിർത്തുമ്പോഴാണെന്ന് നമുക്കറിയാം. തമ്പുരാനെ ചേർത്ത് നിർത്തിയിരിക്കുന്ന ഒരു പ്രവാസ ജീവിതം ഏതൊക്കെ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും വേദനകളും നമ്മുടെ മുമ്പിൽ വന്നാലും അതിനെ മറികടക്കാനും തരണം ചെയ്യാനും ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് സാധിക്കുമെന്നാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. നിങ്ങൾക്കെല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ പ്രയർ ഗ്രൂപ്പ് 4ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇതിൻ്റെ അണിയറയിലും അരങ്ങത്തും പ്രവർത്തിക്കുന്ന, ഒപ്പം ഇതിൽ അംഗമായിരിക്കുന്ന എല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.
വളരെ കുറച്ച് പരിചയം മാത്രമേ ഈ ഗ്രൂപ്പിനോട് എനിക്കുള്ളൂ എങ്കിലും ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത് ഒരുപാട് പേരുടെ ജീവിതത്തിന് വലിയൊരു ശക്തിയാണ് ഈ ഗ്രൂപ്പ്. അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ കുർബാനയിലൂടെയും അല്ലാതെയുള്ള പ്രാർത്ഥനകളിലൂടെയൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരുപക്ഷെ ബുദ്ധിമുട്ടുകളിലും പ്രയാസങ്ങളിലും ഒക്കെ വലിയ ശക്തിയായി അദൃശ്യമായ ദൈവത്തിൻ്റെ കരമായി നമ്മുടെ കൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ, പ്രത്യേകിച്ച് ഇങ്ങനെ ദൂരദേശങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുണ്ട്. എല്ലാവരെയും ഈ ഗ്രൂപ്പിൽ കൂടുതൽ സജീവമായി പങ്കെടുക്കാൻ ഓർമ്മിപ്പിക്കുന്നതോടൊപ്പം നിങ്ങളുടെ ഇനിയുള്ള പ്രവാസ ജീവിതം ഏറ്റവും മനോഹരമായി, അതിലുപരി ദൈവത്തിൻ്റെ അനുഗ്രഹമായിട്ട് തീരട്ടെ എന്നും നിങ്ങളുടെ നാട്ടിലുള്ളവരെ, കുടുംബത്തിലുള്ള എല്ലാവർക്കും ദൈവത്തിൻ്റെ സ്പർശനം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം നിങ്ങളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഹോളി ഫാമിലി പ്രെയർ ഫെലോഷിപ്പിൻ്റെ 4ാമത്തെ വാർഷികമാണ്. കഴിഞ്ഞ 4 വർഷക്കാലം ത്രിയേക ദൈവം ഈ കൂട്ടായ്മയെ പരിപാലിച്ചു. ഒത്തിരി പേർക്ക് മാനസാന്തരങ്ങളും അഭിഷേകവും ജ്ഞാനവും ദൈവിക ശക്തിയൊക്കെ പകർന്നു നൽകുകയും അനേകർക്ക് രോഗസൗഖ്യം കിട്ടി. അനേകരുടെ പ്രാർത്ഥനാദീപങ്ങളൊക്കെ ദൈവം സാധിച്ചു കൊടുത്ത് ഈ കൂട്ടായ്മയിലൂടെ അനേകർക്ക് സന്തോഷവും സമാധാനവും എല്ലാം ഉണ്ടാകട്ടെ. ഈ വർഷം കൂടുതൽ കൂടുതൽ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും തന്ന ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവവചനം അനുസരിച്ച് മാതാവിനെയും വിശുദ്ധരെ പോലെ ത്രിയേക ദൈവത്തെ സ്തുതിച്ചും ആരാധിച്ചും നിത്യതയിൽ ജീവിക്കാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ കൂട്ടായ്മ നയിക്കുന്ന മീന ചേച്ചിക്കും കൂട്ടായ്മയിലുള്ള എല്ലാവർക്കും എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും സന്തോഷവും സമാധാനവും എല്ലാ നന്മകളും നേർന്നുകൊള്ളുന്നു. താങ്ക് യു വെരി മച്ച്. എൻ്റെ പേര് സനിജ. ഞാൻ ഈ ഹോളി ഫാമിലി പ്രെയർ ഗ്രൂപ്പിൽ അംഗമായി ചേർന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് 2 വർഷമായി. ഈ കൂട്ടായ്മയിൽ ചേർന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിന് ശേഷം ആത്മീയവും ശാരീരികവുമായി ഒരുപാട് കൃപകൾ നൽകി ദൈവം എന്നെ അനുഗ്രഹിച്ചു. ആത്മീയമായി എനിക്ക് നന്നായി ബൈബിൾ വായിക്കുവാനും ബൈബിളിന്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കുവാനുള്ള കൃപകൾ തന്ന ദൈവം എന്നെ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ പ്രാർത്ഥനയിൽ ഒരുപാട് വളരുവാനായിട്ട് ദൈവം എന്നെ അനുഗ്രഹിച്ചു. ശാരീരികമായിട്ടും ഒരുപാട് സൗഖ്യങ്ങൾ തന്ന ദൈവം എന്നെ അനുഗ്രഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും എൻ്റെ ചേച്ചിയുടെ കാലിൽ ഒരു മുഴയുണ്ടായിരുന്നു. അതോടൊപ്പം നടുവിലും വയറിലും ഓരോ മുഴകൾ കാണപ്പെട്ടു. കാലിലെ മുഴ ബയോപ്സിക്ക് അയച്ച റിസൾട്ട് വന്നപ്പോൾ അത് ക്യാൻസർ ആണെന്ന് സ്ഥിരീകരിച്ചു. ഞാൻ ഈ പ്രെയർ ഗ്രൂപ്പിൽ പ്രാർത്ഥനാ സഹായം ചോദിച്ചു. ഇതിലുള്ള എല്ലാ സഹോദരങ്ങളും എൻ്റെ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ചേച്ചി ഓപ്പറേഷത്തിന് വിധേയമായി. കാലിലെ മുഴ ഓപ്പറേഷൻ ചെയ്ത് നീക്കി. അതോടൊപ്പം തന്നെ നടുവിലെയും വയറിലെയും മുഴകൾ ബയോപ്സിക്ക് അയച്ചു. അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ കാലിലെ മുഴ നീക്കം ചെയ്യുകയും അത് മറ്റ് ശരീരത്തിൻ്റെ ഒരു ഭാഗങ്ങളിലേക്കും വ്യാപിച്ചിട്ടില്ലെന്നും നടുവിലെയും വയറിലെയും മുഴകൾ വെറും ഫാറ്റ് മാത്രമാണെന്നുമുള്ള അത്ഭുതകരമായ റിസൾട്ട് തന്ന് ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. അപ്പോൾ എൻ്റെ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാ സഹോദരങ്ങളോടും ചേർന്ന് നിന്നുകൊണ്ട് ഞാൻ ദൈവത്തിന് ആരാധിക്കുകയും ദൈവത്തോട് നന്ദി പറയുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ദൈവം എനിക്ക് തന്ന എല്ലാ കൃപകൾക്കും ഈ നിമിഷം നന്ദി പറയുവാൻ വേണ്ടി ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായിരിക്കുന്നത് പോലെ ഈ കൂട്ടായ്മയിൽ നമുക്കും ഒന്നിപ്പിൽ ആയിരിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കാരുണ്യവാനും സർവശക്തനും പരിശുദ്ധനുമായ ദൈവമേ, അങ്ങേക്ക് ഞാൻ നന്ദി പറയുകയാണ് എന്നെ ഈ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവന്നതിനെ ഓർത്ത്. ഞാൻ ഈ കൂട്ടായ്മയിൽ വന്നിട്ട് 1 മാസമേ ആയിട്ടുള്ളൂ. ഈ കൂട്ടായ്മയിൽ ഞാൻ വന്നതിന് ശേഷം എനിക്ക് കിട്ടിയ അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥന എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. അതേപോലെ ദൈവവിശ്വാസം എൻ്റെ കൂടുതൽ വർദ്ധിക്കുകയും ചെയ്തു. പിന്നെ മീന സിസ്റ്റർ ബൈബിൾ ക്ലാസ് എടുക്കുമ്പോൾ ബൈബിളിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാനും എനിക്ക് സാധിച്ചു. അതുകൊണ്ട് ഞാൻ മീന സിസ്റ്ററിനും ഈ കൂട്ടായ്മയിലുള്ള എല്ലാ അംഗങ്ങൾക്കും ദൈവത്തിൻ്റെ നാമത്തിൽ 1000 നന്ദി പറയുന്നു. ആമേൻ. പ്രൈസ് ദ ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ബീന പൗലോസ്. ഞാൻ ഈ ഹോളി ഫാമിലി പ്രെയർ ഗ്രൂപ്പിൽ വന്നിട്ട് 2 വർഷമായി. ഈ പ്രെയർ ഗ്രൂപ്പിൽ വന്നതിന് ശേഷം എനിക്ക് ആത്മീയമായി ഒത്തിരി ഉയരാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ഭൗതികമായി ദൈവം ഒത്തിരി കാര്യങ്ങൾ എനിക്ക് നടത്തി തന്നു. ഇതിൽ ദിവ്യബലിയിലും ദിവ്യകാരുണ്യ ആരാധനയിലും ജപമാല, കരുണക്കൊന്ത, വചന പഠനം, ഇതെല്ലാം എനിക്ക് ആത്മീയമായിട്ട് ഒത്തിരി സ്വർഗത്തിലെ നിക്ഷേപം കൂട്ടിവെക്കാനായിട്ട് എന്നെ അനുഗ്രഹിച്ചു. ഇതിന് ദൈവം കരങ്ങളാക്കിയ മീന സിസ്റ്ററിനും മാത്യു ബ്രദർ, ബെൻസൺ അച്ഛൻ, ഡിക്സൺ അച്ഛൻ, അതുപോലെ മറ്റെല്ലാ കൂട്ടുകാർക്കും ദൈവം
ഒത്തിരി അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയും ഈ ഗ്രൂപ്പ് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ, പരിശുദ്ധാത്മാവിൻ്റെ നിറ സാന്നിധ്യത്തിലും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലും ഇനിയും ഒത്തിരി പേരിലേക്ക് ദൈവവചനം എത്തിക്കാനും ദൈവകൃപ ചൊരിയാനും വേണ്ടി ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാത്തിനും ദൈവത്തിനും ഈശോയ്ക്കും പരിശുദ്ധ അമ്മ മാതാവിനും എല്ലാവർക്കും നന്ദി. ദൈവനാമത്തിന് എന്നും മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് മഞ്ജു. ഞാൻ ഈ ഹോളി ഫാമിലി കൂട്ടായ്മയിൽ കൂടി ചേർന്നിട്ട് 6 മാസത്തോളമായി. ഈ കൂട്ടായ്മയിൽ അംഗമായതിൽ ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നു. കാരണം തീർത്തും ഒറ്റപ്പെട്ടും മാനസികമായും തളർന്നിരുന്ന സമയത്തായിരുന്നു ഈ കൂട്ടായ്മയിലേക്ക് എന്നെ ദൈവം എത്തിച്ചത്. അതോടുകൂടി എൻ്റെ ഒറ്റപ്പെടലിൽ നിന്ന് വിരാമവും ആത്മീയ ജീവിതം ഒരുപാട് മെച്ചപ്പെടുകയും ഉണ്ടായി. അതിന് കാരണമായത് ഞങ്ങൾക്ക് വേണ്ടി ബലികളും ദൈവാരാധനയും വചനപ്രഘോഷണവും ബൈബിൾ പഠനവും ചെയ്തു തരുന്ന ഞങ്ങളുടെ ആത്മീയ ഗുരുക്കന്മാരായ അച്ഛന്മാർക്കും ബ്രദേഴ്സിനും കൂട്ടായ്മയിലെ മുതിർന്ന ചേച്ചിമാർക്കും നന്ദി ഈ അവസരത്തിൽ പറയുന്നു. ഒരു ചിട്ടയായ പ്രാർത്ഥനാ ശൈലി കൊണ്ടുവരുവാനും ആഴമായി ദൈവത്തിലേക്ക് അടുക്കുവാനും കൊന്തകളും പ്രാർത്ഥനകളും അഖണ്ഡ ജപമാലയും ബൈബിൾ പാരായണവും വചന പഠനവും എന്നെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. ഇതെല്ലാം എൻ്റെ ആത്മീയ സന്തോഷം കണ്ടെത്താൻ എന്നെ സഹായിച്ചിട്ടുമുണ്ട്. ആഴമായ ചിന്തകളിലൂടെ ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ എത്രമാത്രം പ്രാധാന്യമാണ് ഞാൻ കൊടുത്തിരുന്നത് എന്ന് മനസ്സിലാക്കാനും ഓരോ വചന പഠനത്തിലും അത് സഹായിച്ചിട്ടുണ്ട്. എനിക്കും എൻ്റെ കുടുംബത്തിനും എനിക്ക് ചുറ്റുമുള്ളവർക്കും ആത്മീയവും ഭൗതികവുമായ അനുഗ്രഹം ലഭിക്കുന്നതിന് ഈ കൂട്ടായ്മയിലെ ഒരുമിച്ചുള്ള പ്രാർത്ഥനകൾക്ക് വലിയൊരു പങ്കുണ്ടായിരുന്നു. ഈ ആത്മീയ കൂട്ടായ്മ ഒത്തിരി ദൈവാനുഗ്രഹത്തോടെ മുന്നേറട്ടെ എന്നും പരിശുദ്ധാത്മാവ് നയിക്കട്ടെ എന്നും ഈശോ എന്നും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തുതി. ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. എൻ്റെ പേര് പൃഥ്വിമോൾ അനീഷ്. ഞാൻ ഈ കൂട്ടായ്മയിൽ വന്നിട്ട് ഏകദേശം 2 വർഷത്തോളമായി. ഈ കൂട്ടായ്മയിൽ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായി ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ദൈവം എനിക്കും എൻ്റെ കുടുംബത്തിനും നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഈ കൂട്ടായ്മയിൽ വന്ന ശേഷം എനിക്ക് എല്ലാവരോടും ക്ഷമിക്കുവാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഒക്കെയുള്ള കൃപ ദൈവം നൽകി അനുഗ്രഹിച്ചു. എനിക്ക് ബൈബിൾ 1 വർഷം കൊണ്ട് എഴുതി പൂർത്തിയാക്കുവാനുള്ള കൃപ ദൈവം നൽകി. അതിനെല്ലാം ദൈവത്തിനോട് ഞാൻ നന്ദി അറിയിക്കുന്നു. ഈ കൂട്ടായ്മയിലുള്ള എല്ലാ സഹോദരിമാരോടുമുള്ള നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും വേണ്ടി പരസ്പരം പ്രാർത്ഥിക്കുന്നത് മൂലം ഒത്തിരിയേറെ അനുഗ്രഹങ്ങളാണ് ഈ കൂട്ടായ്മയിൽ വന്നു ചേരുന്നത്. മുപ്പിരിച്ചരട് പൊട്ടുകയില്ല എന്ന് പറയുന്നത് പോലെ ഈ കൂട്ടായ്മയിൽ എല്ലാവരും ഒരുമിച്ച് പരിശ്രമിക്കുന്നതുകൊണ്ട് ഈ കൂട്ടായ്മ വളരെയേറെ ആത്മീകമായി മുന്നോട്ട് പോകുന്നതും എല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ഒരു കൃപയും നിറവും ഈ കൂട്ടായ്മയിലുണ്ടെന്നും പൂർണ്ണമായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇതിനു വേണ്ടി പരിശ്രമിക്കുന്ന ഇതിലെ വൈദികർ, ബ്രദർമാർ, സിസ്റ്റേഴ്സ്, ഇതിലെ എല്ലാ സഹോദരിമാരോടുമുള്ള നന്ദി അറിയിക്കുന്നു. നമുക്ക് തുടർന്നും ഈ കൂട്ടായ്മയിൽ മുന്നോട്ട് പോകുവാനും പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ഈ കൂട്ടായ്മ നിറയുവാനുമായി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഞാൻ ഈ ഹോളി ഫാമിലി കൂട്ടായ്മയിൽ അംഗമായിട്ട് 4 വർഷം ആയി. ഒരുപാട് പ്രതിസന്ധികളിലും വിഷമത്തിലൂടെ രോഗത്തിലൂടെയൊക്കെ കടന്നുപോയി. ആ വിഷമഘട്ടങ്ങളിലൊക്കെ ഈശോ കൂടെ ഉണ്ടായിരുന്നു. ഒപ്പം ഈ ഗ്രൂപ്പിലെ ഓരോരുത്തരും, പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് മീന ചേച്ചിയോടാണ്. മീന ചേച്ചിയോട് പറയും, വിഷമം വരുമ്പോൾ ചേച്ചി എനിക്ക് തീരെ വയ്യ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ചേച്ചി പറയും പ്രാർത്ഥിക്കാം, ഒരു വചനം തരും. ഞാൻ ആ വചനം ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കും. ഗ്രൂപ്പിലെല്ലാവരുമായിട്ട് ഷെയർ ചെയ്യും, പ്രാർത്ഥിക്കും. എടുത്തു പറയത്തക്ക കാര്യം, ഞാൻ ബൈബിള് വായിക്കുമായിരുന്നു, പക്ഷെ എനിക്കൊന്നും മനസ്സിലാവില്ലായിരുന്നു. മീനച്ചേച്ചിയുടെ ബൈബിൾ ക്ലാസ്സിൽ ഞാൻ മുടക്കം കൂടാതെ ഉത്സാഹത്തോടെ അലാം വെച്ച് ഗ്രൂപ്പിൽ ഞാൻ ജോയിൻ ചെയ്യുമായിരുന്നു. ചേച്ചിയുടെ ആ ബൈബിൾ പഠിപ്പിക്കലും ആ ക്ലാസ്സും ഒക്കെ ഞാൻ എഴുതിയെടുക്കും, പഠിക്കും ഒക്കെ ചെയ്യും. അപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. ബൈബിളിൻ്റെ അകത്തെ അന്തസത്തകൾ എനിക്ക് ഒരുപാട് മനസ്സിലാക്കാൻ സാധിച്ചു. ഒരുപാട് അനുഗ്രഹങ്ങൾ ഈ ഗ്രൂപ്പിൽ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതൊന്നും എനിക്ക്
എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. ആ ഗ്രൂപ്പിലെ ഓരോരുത്തരും എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കും. അത്രയും വിഷമഘട്ടത്തിലും വേദനകളിലൂടെയും കടന്നുപോയ സമയത്ത് എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. വൈദികരും വിശുദ്ധ കുർബാനയിലൂടെ ഞങ്ങളെ നയിക്കുന്ന വൈദികരോടും മറ്റെല്ലാവരോടും സ്നേഹവും നന്ദിയും ഗ്രൂപ്പിലെ എൻ്റെ സഹോദരന്മാരോടും ഒക്കെ ഞാൻ സ്നേഹപൂർവ്വം അറിയിക്കുവാണ്. ഈ ഗ്രൂപ്പ് ഇനിയും ഒത്തിരി ആളുകളെ അനുഗ്രഹങ്ങളും പ്രാർത്ഥനയും കൂട്ടായ്മയും എല്ലാം ആയിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് അഖില. ആദ്യം തന്നെ കാരുണ്യവാനായ ഈശോയ്ക്ക് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു എന്നെ ഈ ഗ്രൂപ്പിൽ ഒരു അംഗമാക്കിയതിന്. ഞാൻ ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് 1 മാസം മാത്രമേ ആയിട്ടുള്ളൂ. പക്ഷേ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ എനിക്ക് ദൈവത്തിനോടുള്ള വിശ്വാസം കൂടുകയും അതോടൊപ്പം നിരാശയിലേക്ക് പോയിക്കൊണ്ടിരുന്ന എനിക്ക് പ്രത്യാശ ലഭിക്കുകയും ചെയ്തു. എൻ്റെ ജീവിതത്തിൽ എനിക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ സാധിച്ചു. ഈ ഗ്രൂപ്പിൽ എല്ലാ ആഴ്ചയും ദിവ്യബലി അർപ്പിച്ചു തരുന്ന ബെൻസൺ അച്ഛനും ആരാധന നടത്തി തരുന്ന ഡിക്സൺ അച്ഛനും അതോടൊപ്പം ചെറിയ ചെറിയ ടോക്കുകളിലൂടെ ആത്മീയ സന്ദേശം പകർന്നു തരുന്ന എല്ലാ ബ്രദർമാർക്കും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ മീന ചേച്ചിയെയും ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. മീന ചേച്ചിക്കും അതോടൊപ്പം തന്നെ ഈ ഗ്രൂപ്പിൽ ഓരോരുത്തർക്കും ഓരോ നിയോഗങ്ങളും വെച്ച് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ഓരോ അംഗങ്ങൾക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് മഞ്ജു ജോസഫ്. ഞാൻ ഈ ഹോളി ഫാമിലി പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് കടന്നു വന്നിട്ട് ഇപ്പോൾ 7 മാസമായി. ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് കടന്നു വരുവാൻ എന്നെ അനുഗ്രഹിച്ച എൻ്റെ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. അതുപോലെ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് കടന്നു വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങളും കൃപകളും കിട്ടിയിട്ടുണ്ട്. ഞാൻ നാട്ടിൽ പോയി തിരിച്ചു വന്നപ്പോൾ എൻ്റെ ജോലി നഷ്ടപ്പെട്ടായിരുന്നു. എന്നാൽ അടുത്ത ദിവസം തന്നെ ദൈവകൃപയാൽ അടുത്ത ജോലി ശരിയായി. ആ ജോലിയിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും. പക്ഷേ ഈ ജോലി മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ളൊരു ജോലിയായിരുന്നു. പക്ഷേ അതിനുശേഷം ഈ പ്രാർത്ഥന കൂട്ടായ്മയിൽ വന്നു. പ്രാർത്ഥനയുടെ ഫലമായി ഈ ജോലി എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുവാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ പ്രാർത്ഥിക്കാൻ എനിക്ക് നല്ല മടിയായിരുന്നു. ഒരു ദിവസം 10-15 മിനിറ്റ് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നുള്ളൂ. അതുപോലെ ഈ കൂട്ടായ്മയിൽ വന്നതിന് ശേഷം 3 നേരമുള്ള പ്രാർത്ഥനകളിലും ഒപ്പം അഖണ്ഡ ജപമാലയിലും അഖണ്ഡ ബൈബിൾ പാരായണത്തിലും എനിക്ക് ആത്മാർത്ഥതയോടെ തന്നെ പങ്കുചേരുവാനും ഒപ്പം പ്രാർത്ഥിക്കുവാനും സാധിക്കുന്നുണ്ട്. അതുപോലെ കൂടുതൽ പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ വൈകുന്നേരങ്ങളിലെ വചന ക്ലാസ്സുകളിലൂടെ എനിക്ക് ബൈബിൾ നന്നായി മനസ്സിലാക്കി വായിക്കുവാനും ഒപ്പം അതെൻ്റെ കുഞ്ഞുങ്ങളിലേക്ക് പകർന്നു കൊടുക്കുവാനും സാധിക്കുന്നുണ്ട്. അതുപോലെ ഈസ്റ്ററിനും ക്രിസ്മസിനും മാത്രമായിരുന്നു ഞാൻ കുർബാനയിൽ പങ്കുകൊണ്ടിരുന്നത് ഇസ്രായേൽ വന്നതിന് ശേഷം. പക്ഷേ ഇപ്പോൾ ഈ ഗ്രൂപ്പിലൂടെ എനിക്ക് എല്ലാ ആഴ്ചയും ദിവ്യബലിയിൽ പങ്കുകൊള്ളുവാനും ദിവ്യകാരുണ്യ ആരാധനയിൽ പങ്കുചേരുവാനും സാധിക്കുന്നുണ്ട്. ഇതെല്ലാം ഒരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. അതുപോലെ ഈ ഗ്രൂപ്പിനെ ആത്മീയമായി നയിക്കുന്ന ഡിക്സൺ അച്ഛനെയും ബെൻസൺ അച്ഛനെയും മറ്റു വൈദികരെയും ഒപ്പം ഇടയ്ക്കിടയ്ക്ക് വചനം പങ്കുവയ്ക്കാനെത്തുന്ന മാത്യു ബ്രദറിനെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഒപ്പം ഒരുപാട് നന്ദി പറയുകയും ചെയ്യുന്നു. ഇനിയും ഒരുപാട് ആത്മാക്കളെ ദൈവത്തിലേക്ക് അടുപ്പിച്ചു വരുവാൻ ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതുപോലെ ഈ ഗ്രൂപ്പിലെ എൻ്റെ എല്ലാ ദൈവ സുഹൃത്തുക്കൾക്കും നന്ദി പറയുകയും ഒപ്പം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് അന്ന വിൽസൺ. ഹോളി ഫാമിലി കൂട്ടായ്മയുടെ 4ാമത്തെ വാർഷികം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഇത് തുടർന്നു പോകാൻ ആകുന്നതിനെക്കുറിച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഞാൻ കോടാനുകൂടി നന്ദി പറയുന്നു. ഈ കൂട്ടായ്മയിൽ വന്നിട്ട് എനിക്ക് ചെറുതും വലുതുമായ നിരവധി അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 14 വർഷമായി എനിക്ക് കൂൺ എന്ന് പറയുന്ന ഭക്ഷണം അലർജിയായിരുന്നു. ഞാൻ കഴിഞ്ഞിടയിൽ മീനച്ചേച്ചിയുടെ അടുക്കൽ പോവുകയുണ്ടായി. അവിടെ ചെന്നപ്പോൾ മീനച്ചേച്ചി എനിക്ക് ഭക്ഷണം വെച്ച് തരികയും കഴിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേച്ചി എനിക്കിത് അലർജിയാണ്, കഴിക്കാൻ പറ്റില്ല. ചേച്ചി എന്നോട് പറഞ്ഞു, നീ എന്തിനാ പേടിക്കുന്നേ, ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ല എന്ന് പറഞ്ഞ് കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് എനിക്ക് ആ ഭക്ഷണം തന്നു. ഞാൻ കഴിച്ചു. എനിക്കൊരു അലർജിയോ ഒരു പനിയോ ഒരു ചൊറിച്ചിലോ ഒരു പ്രശ്നവും ഉണ്ടായില്ല. മീനച്ചേച്ചിയിലൂടെ എൻ്റെ അലർജി എടുത്തു മാറ്റിയ ഈശോയ്ക്ക് ഞാൻ കോടാനുകൂടി നന്ദി പറയുന്നു. ഈ ഹോളി ഫാമിലി ഗ്രൂപ്പിനെ നയിച്ചു കൊണ്ടുപോകുന്ന ആത്മീയ ഗുരുക്കന്മാരായ ബഹുമാനപ്പെട്ട വൈദികർക്കും ബ്രദേഴ്സിനും മീനച്ചേച്ചിക്കും ഫാമിലിക്കും ഈശോയുടെ നാമത്തിൽ 1000 നന്ദി പറയുന്നു.
എനിക്ക് ഈ ഗ്രൂപ്പിൽ വന്നിട്ട് ആത്മീയമായി ഒത്തിരി അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദൈവവചനം വായിക്കുവാനും അഖണ്ഡ ജപമാലയിൽ പങ്കെടുക്കുവാനും 3 നേരമുള്ള പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാനും ഈശോ എന്നെ അനുഗ്രഹിച്ചു. അതിലൂടെ എനിക്ക് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും എൻ്റെ കുടുംബ ജീവിതത്തിലുമൊക്കെ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനെല്ലാം ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു. യേശുവെ സ്തോത്രം, യേശുവെ നന്ദി, ഹല്ലേലൂയ. ഈ കൂട്ടായ്മയിലേക്ക് വരുവാനും പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാനും അവസരം നൽകിയ ദൈവത്തിന് നന്ദി പറയുന്നു. ഓരോ ദിവസവും പ്രാർത്ഥിക്കുവാനും ആ ചൈതന്യത്തിലേക്ക് ഉയരുവാനും ആ ചൈതന്യത്തിൽ സന്തോഷം കണ്ടെത്തുവാനും സാധിക്കുന്നുണ്ട്. എന്നെന്നും എല്ലാവരും ഒരുമിച്ച് സ്വന്തം നിയോഗങ്ങൾക്കും മറ്റുള്ളവരുടെ നിയോഗങ്ങൾക്കും ലോക സമാധാനത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതൃകപരമാണ്. അതിലേക്ക് നയിക്കുന്ന അച്ഛന്മാർക്കും ഭദ്രന്മാർക്കും സ്വന്തം നിയോഗം എന്ന പോലെ ഇതിന് മുന്നിൽ നിന്ന് നയിക്കുകയും ചെയ്യുന്ന മീന ചേച്ചിക്കും ഇതിൽ പങ്കെടുക്കാൻ ഒരു അവസരം നൽകിയ മഞ്ജു ചേച്ചിക്കും എല്ലാവർക്കും വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കുന്നു. എന്നും ഈശോയുടെ കൂടെ ആയിരിക്കുവാനും ആ സന്തോഷത്തിലേക്ക് കൂടുതൽ അടുക്കുവാനും എല്ലാത്തിലും ഈശോയെ കാണുവാനും സാധിക്കട്ടെ. അതിൻ്റെ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുവദിക്കട്ടെ എന്നും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എൻ്റെ പേര് മഞ്ജു. ഈ ഹോളി ഫാമിലി കൂട്ടായ്മയിലേക്ക് ഞാൻ വന്നിട്ട് 3 മാസമേ ഉള്ളുവെങ്കിലും 3 വർഷം ആയതുപോലെ തോന്നുന്നു. ഈ ഹോളി ഫാമിലി കൂട്ടായ്മയെ നയിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട വൈദികരെയും ബ്രദേഴ്സിനെയും പ്രത്യേകിച്ച് മീന സിസ്റ്ററിനെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ കൂട്ടായ്മ വഴി രോഗശാന്തിയോ ബാധിതകൾ മാറാനുള്ള ഒരു പ്രാർത്ഥനയിലോ ഒന്നുമല്ല ഇത് വചനം പഠിപ്പിക്കുന്ന ഒരു മുറിയാണിത്, പ്രാർത്ഥനാ മുറിയാണിത്. ഇതിലേക്ക് പണികളെല്ലാം തീർത്ത് പ്രാർത്ഥനാ സമയത്തേക്ക് ഓടിയെത്തുമ്പോൾ സ്വന്തം ഭവനത്തിലേക്ക് ഓടിയെത്തുന്ന പോലെ ഒരു പ്രതീതി അനുഭവപ്പെടുന്നു. ഈശോയെ എന്തുവേണ്ടി കുരിശു വരയ്ക്കാൻ വരെ പഠിപ്പിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. 3 നേരം പ്രാർത്ഥിക്കുന്നതും അതുകൊണ്ട് കിട്ടുന്ന അനുഗ്രഹങ്ങളും എന്തുമാത്രമാണെന്ന് ഈ കൂട്ടായ്മയോട് സാധിച്ചു. എല്ലാം ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ഈശോയ്ക്കും മാതാവിനും ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് റെനി വിൻസെൻ്റ്. ആദ്യം തന്നെ ഈ കൂട്ടായ്മയിലെ 4ാം വാർഷികം ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ ഈ കൂട്ടായ്മ നയിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ആത്മീയ ഗുരുക്കന്മാർക്കും ഈ കൂട്ടായ്മ നയിക്കുന്ന എല്ലാ ആത്മായ പ്രേക്ഷിതർക്കും ദൈവനാമത്തിൽ നന്ദി പറയുന്നു. അതോടൊപ്പം ഞാൻ ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വന്നിട്ട് 3.25 വർഷത്തോളമായി. ഈ കൂട്ടായ്മയിലേക്ക് ഞാൻ കടന്നു വരുമ്പോൾ എനിക്ക് ക്യാൻസർ എന്ന രോഗമുണ്ടായിരുന്നില്ല. അതിനുശേഷം ക്യാൻസർ കണ്ടുപിടിക്കുകയും ആ ക്യാൻസർ എന്ന രോഗത്തിലൂടെ എനിക്ക് ദൈവത്തെ അറിയുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കാനുള്ള കൃപ തന്ന് രോഗസൗഖ്യവും വിടുതലും നിന്ന് പൊന്നു തമ്പുരാൻ, ആ തമ്പുരാൻ്റെ സ്നേഹവും സാമീപ്യം മനസ്സിലാക്കുവാനും നല്ല കുമ്പസാരത്തിലൂടെ ദൈവത്തിന് നല്ലൊരു മകളായിരിക്കാനോട് തന്നെ അനുഗ്രഹിച്ചതിനെ ഓർത്തും ക്യാൻസർ എന്ന രോഗം എൻ്റെ ശരീരത്തിൽ നിന്ന് വേരോടെ പിഴുതെറിയുവാനും അവിടുന്ന് തമ്പുരാൻ്റെ കൃപ എനിക്ക് നൽകിയതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. അതോടൊപ്പം മക്കളെ വിശ്വാസത്തിലും വിശുദ്ധിയിലും വളർത്തി വരുവാനുള്ള കൃപ കൊടുത്ത് മക്കളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. മക്കൾക്ക് നല്ലൊരു അമ്മയായി, ജീവിത പങ്കാളിക്ക് നല്ലൊരു ഭാര്യയായി നന്നായി ക്ഷമിക്കുവാനുള്ള കൃപ തന്ന് അവിടുന്ന് എന്നെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈശോനാഥ, അതിലുപരിയായി ഈ കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കുവാനും ഈ കൂട്ടായ്മയിലൂടെ അനുദിനം കേൾക്കുന്ന വചനത്തിലൂടെ അടിയുറച്ച് വിശ്വസിക്കുവാനും ആ വചനാധിഷ്ഠിതമായ ജീവിതത്തിലൂടെ മുൻപോട്ട് പോകുവാനും അവിടുന്ന് എന്നെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. അതുപോലെ ഈ കൂട്ടായ്മയിൽ നടക്കുന്ന പലവിധ ശുശ്രൂഷകളുണ്ട്. ഈശോനാഥ, അഖണ്ഡ ബൈബിൾ പാരായണം, അഖണ്ഡ ജപമാല, ദിവ്യബലി, ദിവ്യകാരുണ്യ ആരാധന, അതോടൊപ്പം 3 നേരങ്ങളിലായിട്ട് നടക്കുന്ന ഈ കൂട്ടായ്മയിലെ പ്രാർത്ഥനകൾ, അതിലെല്ലാം ഭാഗഭാക്കാകുവാനും ആഴമേറിയ വിശ്വാസത്തിലും വിശുദ്ധിയിലും ആയിരിക്കുവാനുള്ള കൃപ തന്ന് എന്നെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് അവിടുന്ന് നന്ദി പറഞ്ഞുകൊണ്ട്, അതോടൊപ്പം ഈ കൂട്ടായ്മയിൽ 2025 ജനുവരി 1-ാം തീയതി മുതൽ ഓൺലൈനായിട്ട് POC ബൈബിൾ ഓഡിയോ ക്ലിപ്പ്
അത് വായിക്കുവാനും അത് മുടങ്ങാതെ കേൾക്കുവാനും അവിടുന്ന് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈശോനാഥ, ഒരിക്കൽ കൂടി ഈ കൂട്ടായ്മയിൽ എല്ലാ വൈദികർക്കും എല്ലാ അൽമായ പ്രേക്ഷിതർക്കും, പ്രത്യേകിച്ച് കൂട്ടായ്മയെ നയിച്ചു കൊണ്ടുപോകുന്ന ഡോക്ടർ മീന ഫ്രാൻസിസിനും ആത്മീയ ഗുരുക്കന്മാരായ എല്ലാ വൈദികർക്കും, ഈ കൂട്ടായ്മയിലെ എല്ലാ സഹോദരങ്ങൾക്കും 4ാം വാർഷികത്തിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും സ്നേഹപൂർവ്വം നേർന്നുകൊള്ളുന്നു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴിയായി ദിവ്യകാരുണ്യനാഥന് 1000 നന്ദി. ഗോഡ് ബ്ലെസ് യു ഓൾ. എൻ്റെ പേര് എഡ്വിൻ. ഞാൻ ഇസ്രായേൽ ഹോളി ഫാമിലി കൂട്ടായ്മയിൽ 2024 ജോയിൻ ചെയ്തത്. കഴിഞ്ഞ ഒരു വർഷം എനിക്ക് ദൈവം ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. ദൈവാനുഗ്രഹം നിറഞ്ഞൊരു വർഷമായിരുന്നു. ഞാൻ ഈ കൂട്ടായ്മയിൽ ജോയിൻ ചെയ്തുകൊണ്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ശാരീരിക അസ്വസ്ഥതകൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അതെല്ലാം മാറിക്കിട്ടി. എനിക്ക് എന്തെങ്കിലുമൊക്കെ രോഗങ്ങളുണ്ടായിരുന്ന സമയത്ത് ദൈവം അത് എടുത്തു മാറ്റാൻ ഈ കൂട്ടായ്മ വന്നതിന് ശേഷം സഹായിച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ രോഗങ്ങളാണെങ്കിലും അതിവിടെ വളരെ ഫിസിക്കലിയും മെൻ്റലിയും എല്ലാം എനിക്ക് നല്ല രീതിയിൽ സഹായിച്ചിട്ട്. പിന്നെ എനിക്ക് 2024 തുടക്കത്തിൽ എനിക്ക് സാമ്പത്തികമായിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. കറക്റ്റായ സമയത്ത് ദൈവം എൻ്റെ അപ്പനും അമ്മയും നാണം കെടുത്താത്ത രീതിയിൽ എനിക്ക് കറക്റ്റായിട്ട് പൈസ എത്തിച്ചു തന്നു. അതുകൊണ്ട് ആ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് നടന്നു. കൂടാതെ തന്നെ എനിക്ക് ഒരുപാട് എൻ്റെ പെങ്ങൾക്ക് ഒരുപാട് എക്സാമുകളുണ്ടായിരുന്നു, സെം എക്സാമുകൾ. അതൊക്കെ കറക്റ്റായിട്ട് നല്ല വിജയം എനിക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം പരിശുദ്ധ അമ്മ കൂടെ ഉള്ളതുകൊണ്ട് അവൾക്ക് നല്ല രീതിയിൽ പഠിക്കാനും നല്ല രീതിയിൽ എക്സാം എഴുതി നല്ല മാർക്ക് കിട്ടുകയും ചെയ്തു. കൂടാതെ തന്നെ എനിക്ക് ഈ ഇടയ്ക്ക് എൻ്റെ അപ്പനും അമ്മയ്ക്ക് ആക്സിഡൻ്റ് ഉണ്ടായി. ദൈവാനുഗ്രഹം കൂടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി എപ്പോഴും പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ദൈവം എപ്പോഴും കൂടെ ഉണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഒരു മൈനർ ഇഞ്ചുറി മാത്രമാണ് അത് വരുത്തിയുള്ളത്. കൂടുതലൊന്നും സംഭവിച്ചിട്ടില്ലായിരുന്നു. ഒരു മൈനർ ഇഞ്ചുറി തന്നെ അത് ദൈവം കാത്ത് പരിപാലിച്ചു. ദൈവത്തിന് ഒരുപാട് നന്ദി. തുടർന്നും എനിക്ക് ഈ ഹോളി ഫാമിലി കൂട്ടായ്മയിൽ നല്ല മുടക്കം കൂടാതെ പങ്കെടുക്കാനും ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കാനും സാധിക്കണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ദൈവനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. എൻ്റെ പേര് മേരിലൻഡ്. ഞാൻ ഇസ്രായേലിലെത്തിയിട്ട് 2 വർഷമായി. ഈ കൂട്ടായ്മയുടെ 4ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഈ കൂട്ടായ്മയിൽ ഒരു അംഗമായിരിക്കുവാൻ എന്നെ അനുവദിച്ചതിനോട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അതുപോലെ എല്ലാ ആഴ്ചയിലും ബഹുമാനപ്പെട്ട വൈദികർ ഞങ്ങൾക്കായി അർപ്പിച്ചു തരുന്ന ദിവ്യ ബലിയിലും ദിവ്യകാരുണ്യ ആരാധനയിലും വചനങ്ങളിലൂടെ നല്ല ക്ലാസ്സുകൾ എടുത്തു തരികയും ചെയ്യുന്ന പ്രിയപ്പെട്ട വൈദികർക്കും പ്രിയ ബ്രദേഴ്സിനും ഞാൻ നന്ദി അർപ്പിക്കുന്നു. അതുപോലെ ഞങ്ങളുടെ കൂട്ടായ്മയിലെ എല്ലാ പ്രാർത്ഥനകളും ജപമാല, അഖണ്ഡ ജപമാല, അഖണ്ഡ ബൈബിൾ പാരായണം, വചന സന്ദേശം, വചന പഠനങ്ങൾ എന്നിവയിലൂടെയെല്ലാം ഞങ്ങളുടെ കൂട്ടായ്മയിലെ എല്ലാ സഹോദരങ്ങൾക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആത്മീയവും ഭൗതികവുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ജോലി മേഖല വളരെ പ്രയാസമായിരിക്കുമ്പോൾ പോലും ഈ കൂട്ടായ്മയിലൂടെ എന്നെ കടത്തിക്കൊണ്ടു പോകുന്നതിനോർത്ത് എല്ലാ പ്രാർത്ഥനകളിലും എനിക്ക് പങ്കെടുക്കുവാനായിട്ട് എന്നെ സഹായിക്കുന്നതോർത്ത് ഞാൻ എൻ്റെ ദൈവത്തിന് നന്ദി പറയുന്നു. ഞാൻ ഈ കൂട്ടായ്മയിലെത്തുമ്പോൾ എൻ്റെ ജോലി മേഖല വളരെ ആയിരുന്നെങ്കിൽ പോലും ഈ കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് തന്നെ പ്രാർത്ഥനയിലൂടെ എനിക്ക് എൻ്റെ ഈ ജോലി മേഖല വളരെ സമാധാനത്തോടും ശാന്തതയോടും സന്തോഷത്തോടും കൂടി ചെയ്യുവാനുള്ള ശക്തിയും ദൈവകൃപയും നൽകിയതിനെ ഓർത്ത് എൻ്റെ ദൈവത്തിന് ഞാൻ വളരെയധികം നന്ദി പറയുന്നു. ദൈവനാമത്തിന് എന്നേക്കും സ്തുതി ഉണ്ടായിരിക്കട്ടെ, മഹത്വം ഉണ്ടായിരിക്കട്ടെ, ആരാധന ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, പ്രിയപ്പെട്ട വൈദികരെ, ഈ ഫെബ്രുവരി 1, 2025 ഇന്ന് നമ്മുടെ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ 4ാം വാർഷികം നമ്മൾ ആഘോഷിക്കുമ്പോൾ എല്ലാവർക്കും ഈശോയുടെ നാമത്തിൽ എൻ്റെ ഹൃദയത്തിൽ നിന്ന് വാർഷികത്തിൻ്റെ ആശംസകൾ അർപ്പിക്കുന്നു. ഏറ്റവും പ്രത്യേകമായിട്ട് നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക് ചുക്കാൻ പിടിക്കുന്ന ആത്മീയ നന്മകൾ പകർന്നു തരുന്ന വഴി നടത്തുന്ന നമ്മുടെ പ്രിയപ്പെട്ട വൈദികരോട് ഈശോയുടെ നാമത്തിൽ നന്ദി പറയുന്നു. പ്രത്യേകിച്ച് പ്രദീപച്ചനെയും
ഡിക്സൺ അച്ഛനെയും ബെൻസൺ അച്ഛനെയും ലിബിൻ അച്ഛനെയും ജോസ് അച്ഛനെയും കുര്യനച്ഛനെയും പ്രത്യേകിച്ച് ഓർത്തുകൊണ്ട് അവരോട് നന്ദി പറയുന്നു. ദൈവം അവരെല്ലാവരുടെയും ആത്മീയ നന്മകൾ നൽകി അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഒത്തിരിയേറെ വചന സന്ദേശങ്ങളിലൂടെ നമ്മളെ ശക്തിപ്പെടുത്തുന്ന പ്രിയപ്പെട്ട മാത്യു ബ്രദറെയും അതുപോലെ തന്നെ ഷിബിനെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം അവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ കൂട്ടായ്മ തുടങ്ങിയിട്ട് ഈ 4 വർഷം പൂർത്തിയാകുമ്പോൾ ഒത്തിരിയേറെ സംഘർഷങ്ങളിലൂടെയും പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നുപോയപ്പോൾ കൂടെ നിന്ന് അന്നും ഇന്നും കൂടെ നിന്ന് ഒത്തിരിയേറെ സന്തോഷത്തോടു കൂടി സ്വന്തം സഹോദരങ്ങളെ പോലെ കൂടെ നിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ആദ്യമേ തന്നെ ഞാൻ നന്ദി പറയുന്നു. അവരുടെ എല്ലാ ആവശ്യങ്ങൾക്കു വേണ്ടി ദൈവത്തിരുമുമ്പാകെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരുപക്ഷെ എൻ്റെ കുടുംബത്തെക്കാൾ ഏറെ ഞാൻ കൂടുതൽ ഇടപഴകുന്നതും സംസാരിക്കുന്നതും കൂടെയിരിക്കുന്നതും ഇവരോട് കൂടെ തന്നെയാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഫോൺ എടുക്കുമ്പോൾ ആദ്യം നോക്കുന്നത് എൻ്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ, ആരെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ടോ എന്നല്ല ഞാൻ നോക്കുക. ഈ കൂട്ടായ്മയിൽ നിന്ന് ആരെങ്കിലും എന്നെ വിളിച്ചിട്ടുണ്ടോ, എന്തെങ്കിലും മെസ്സേജ് വന്നിട്ടുണ്ടോ എന്ന് ഞാൻ ആദ്യം നോക്കുക. അതിനർത്ഥം ഇവരോട് ഏറ്റവും കൂടുതൽ ഇടപഴകി ഞാൻ ശീലിച്ചു പോയി. അത്രയധികം സ്നേഹത്തിൽ ഒന്നിക്കാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹം ഒന്ന് മാത്രമാണ്. വിശുദ്ധ മദർ തെരേസ പറഞ്ഞതുപോലെ ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു എന്നതുപോലെ ഈശോയുടെ സ്നേഹമാണ് ഇതിനെല്ലാം വഴി നടത്തുന്നത്. ഒരിക്കൽ കൂടി ഈ കൂട്ടായ്മയിലെ എല്ലാ സഹോദരങ്ങൾക്കും ഞാൻ ദൈവത്തിൻ്റെ പേരിൽ നന്ദി പറയുന്നു, പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഈ കൂട്ടായ്മയിലൂടെ നടക്കുന്ന ആത്മീയ ശുശ്രൂഷകൾ ഒരുപക്ഷെ ഒരു വീട്ടിലെ അമ്മയുടെ സ്ഥാനത്ത് ദൈവം എന്നെ നിർത്തിയിട്ടുണ്ടായിരിക്കാം. വീട്ടിലെ മക്കൾ ചിലപ്പോൾ പ്രാർത്ഥനയ്ക്ക് അമ്മ മക്കളെ വിളിക്കും, ആ മക്കളെ പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ 1-2 പേര് പറയുന്ന കേട്ട് ഓടി വന്ന് പ്രാർത്ഥനാ മുറിയിലിരുന്ന് പ്രാർത്ഥിക്കാൻ വരും. എന്നാൽ ചിലർ പറയും ഞാൻ വരാം എന്ന് പറഞ്ഞ് മുങ്ങി നടക്കും. അപ്പോൾ ചിലപ്പോഴൊക്കെ അമ്മമാർക്ക് വടിയെടുക്കേണ്ടി വന്നിട്ടുണ്ട്, ഒന്ന് പ്രാർത്ഥിക്കാൻ വരാൻ പറഞ്ഞു. എന്നതുപോലെ ചിലപ്പോഴൊക്കെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ തല്ലുകൊടുത്ത് ഫോൺ വിളിച്ച് കൂട്ടിക്കൊണ്ട് വരേണ്ടി വന്നിട്ടുണ്ട്. എന്നാലും വിളിച്ചാൽ ഒറ്റ വിളിക്ക് തന്നെ ഓടി വന്ന് പ്രാർത്ഥനയിൽ വന്നിരിക്കുക, പ്രാർത്ഥിക്കുക, ഒരുമിച്ച് പ്രാർത്ഥിക്കുക. മുപ്പിരി ചരട് പൊട്ടുകയില്ലെന്ന് പറഞ്ഞതുപോലെ ഒരുമിച്ച് ചേർന്നുള്ള ആ പ്രാർത്ഥന ഭൂമിയിൽ നിങ്ങൾ യോജിച്ച് 2 പേർ ചോദിക്കുന്ന ഏത് കാര്യവും സാധിച്ചു തരുമെന്ന് ക്രിസ്തു പറഞ്ഞതുപോലെ ഒരു പ്രത്യേക പ്രാർത്ഥനാ നിയോഗങ്ങൾ കിട്ടുമ്പോൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു ഹൃദയവും മനസ്സും ആത്മാവും ദൈവം ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഈശോയെ അങ്ങേക്ക് നന്ദി പറയുന്നു. ഒത്തിരിയേറെ കുടുംബ പ്രശ്നങ്ങളുടെയും ജോലി പ്രശ്നങ്ങളുടെയും സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെയും ശാരീരികവും മാനസികവുമായ രോഗങ്ങളിലൂടെയും ഞങ്ങൾ പലപ്പോഴും കടന്നു പോകുമ്പോൾ ഈ കൂട്ടായ്മയിലെ 3 നേരത്തെ പ്രാർത്ഥനകളും പ്രത്യേകിച്ച് രാത്രി സമയത്തെ ഞങ്ങളുടെ ഒരുമിച്ച് കൂടലും പ്രാർത്ഥനകളും വചനം പങ്കുവയ്ക്കലും ഷെയറിങ്ങുമെല്ലാം വചന പഠനമെല്ലാം ഞങ്ങളെ ഒത്തിരിയേറെ ആത്മീയ സന്തോഷത്തിലേക്ക് നയിക്കുന്നു. അപ്പോഴൊക്കെ ശരീരത്തിലെ വേദനകളോ കുടുംബത്തിലെ പ്രശ്നങ്ങളോ ഒന്നും ഞങ്ങളെ സാരമാക്കാറില്ല, ബാധിക്കാറുമില്ല. ഈശോയെ, ഇത്രയധികം ഞങ്ങളെ സ്നേഹത്തിലൂടെ ഒന്നിച്ചു കൊണ്ടുപോകുന്ന ഒത്തിരിയേറെ ആത്മാക്കൾക്ക് ബലമേകുന്ന ദൈവത്തെ സ്നേഹം അനുഭവിക്കാൻ സാധിക്കുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിനെ ഓർത്ത് ഈശോയ്ക്ക് കോടാനുകോടി നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയുടെ നിറസാന്നിധ്യവും ശക്തമായ മാധ്യസ്ഥവും ഞങ്ങളെ മുൻപോട്ട് നയിക്കാൻ ഒത്തിരിയേറെ സഹായിക്കുന്നുണ്ട്. ഈശോയെ, ഒരിക്കൽ കൂടി ഞങ്ങളെ ഓരോരുത്തരെയും ഒരുമിച്ച് ആക്കിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. കൂടെ നിന്ന എല്ലാ സഹോദരങ്ങൾക്കും നന്ദിയും കടപ്പാടും സ്നേഹവും മാത്രം. ഒരിക്കൽ കൂടി ഈ വാർഷികത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ദൈവത്തിരുനാമത്തിൽ നന്ദി അർപ്പിക്കുന്നു. ആമേൻ.